ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷ മാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോയിക്കൽ കൊട്ടാരത്തിലാട്ടോ. അതായത് ആറ്റിങ്ങിലുള്ള കോയിക്കൽ കൊട്ടാരത്തിലാണ്. നമുക്ക് കുറേ ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് നേരിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് കുറേയൊക്കെ ഇവരുടെ പ്രൈവറ്റായിട്ട് അവിടെ താമസിക്കുന്നവരുള്ളതുകൊണ്ട് പ്രൈവറ്റാക്കി വെച്ചിരിക്കുകയാണ്. അമ്പലം, അതിനോട് ചേർന്നിട്ടുള്ള കുറച്ച് കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കാഴ്ചയിലേക്ക്. AD 1305 കോലോത്ത് നാട്ടിൽ നിന്ന് വേണാട്ടിലേക്ക് ദത്തെടുത്ത രാജകുമാരിമാർക്ക് പാർക്കാൻ വേണ്ടിയാണ് ആറ്റിങ്ങൽ കൊട്ടാരം നിർമ്മിച്ചത്. ഈ കാണുന്ന 8 മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മണ്ഡപക്കെട്ട് കടന്നാണ് നമ്മൾ കൊട്ടാരത്തിലേക്കും അതുപോലെ അതിനോട് ചേർന്നിട്ടുള്ള ക്ഷേത്രത്തിന്റെ ഭാഗത്തിലേക്കും പോകുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ആ വഴി. രാജവംശത്തിന്റെ പരദേവതാ സ്ഥാനമായ തിരുവാറാട്ട് കാവ് ഉൾപ്പെടെ 4 ക്ഷേത്രങ്ങൾ ഇതിനുള്ളിലുണ്ട്. കൂടാതെ വർഷം തോറും അരിയിട്ട് വാഴ്ച എന്നുള്ള ചടങ്ങും ഒരു മുറ പോലും തെറ്റാതെ ഇപ്പോഴും അത് നടത്തപ്പെടുന്ന ഒരു അമ്പലം കൂടിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ആറ്റിങ്ങൽ കൊട്ടാരം ഭരിച്ചിരുന്നത് റാണിമാരായിരുന്നു. അന്നത്തെ കാലത്ത് ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ മൂത്ത തമ്പുരാട്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവരുടെ പേരിന് മുമ്പായി ഹർ ഹൈനസ് ശ്രീ പത്മനാഭ സേവിനി വഞ്ചിധർമ്മ ദ്യുമനി രാജരാജേശ്വരി റാണി എന്ന് ചേർത്തിരുന്നു. ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാരുടെ സന്തതി പരമ്പരകളിൽ പെട്ടതായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരെ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആറ്റിങ്ങലിലെ റാണിമാര് പാരമ്പര്യമായിട്ട് വേണാട് രാജവംശത്തിലെ തലമുതിർന്ന വനിതാംഗങ്ങളായിരുന്നു എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കോയിക്കൽ കൊട്ടാരം അഥവാ ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ പ്രധാന കവാടം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ തൊട്ടു പിറകിലായിട്ടാണ് യഥാർത്ഥ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഭാഗങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് കയറാനുള്ള അനുവാദമില്ല. പകരം നമ്മൾ ആദ്യം കണ്ട മണ്ഡപത്തിന്റെ ഉള്ളിൽ കൂടി കയറി ചെന്ന് ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടി അകത്തേക്ക് കയറാനേ പറ്റത്തുള്ളൂ. അതായത് ഈ ബോർഡ് ഇരിക്കുന്നതിന്റെ ബാക്കി സൈഡിലായിട്ട് നമുക്ക് അകത്തേക്ക് ചെല്ലാവുന്ന ഒരു പാതയുണ്ട്. അതിലൂടെ ചെന്ന് ഇത് കണ്ടിട്ട് പോരാം. ഉള്ളിലേക്കൊന്നും പ്രവേശിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കൊട്ടാരം 17-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലായിട്ട് നിർമ്മിച്ചതാണ്. അത് വേണാട് രാജകുടുംബത്തിലെ രാജ്ഞിയായ ഉമയമ്മ റാണിക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. ഈ കാണുന്ന കരിങ്കല്ലാൽ നിർമ്മിച്ചിട്ടുള്ള മതിലിനോട് ചേർന്നിട്ടുള്ള കൽപ്പടയിൽ കൂടിയാണ് ക്ഷേത്രത്തിലേക്കും അതുപോലെ ഇപ്പോൾ നമുക്ക് കൊട്ടാരത്തിന്റെ ഭാഗത്തിലേക്കും കയറി പോകുന്ന വഴികൾ. നമ്മൾ ഈ ഇടതുവശത്തായിട്ട് വെള്ള പെയിന്റ് അടിച്ച് കാണുന്ന ആ കെട്ടിടമാണ് റോഡ് സൈഡിൽ നിന്ന് ഞാൻ ആദ്യം വ്യൂ ആയി കാണിച്ച ഭാഗം. ഇതാണ് നമ്മുടെ യഥാർത്ഥ കൊട്ടാരത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. അതിന്റെ അകത്തേക്കുള്ള ഒരു പാസേജ് ആയിട്ട് കൂടിയാണ് ഇതിപ്പോൾ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇന്നിത് ചെണ്ട വിദ്വാൻമാർക്കും അതുപോലെ ക്ഷേത്രത്തിനും വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. പുറമേ നിന്ന് വരുന്നവർക്ക് കാണാനുള്ള അനുവാദങ്ങളില്ല. ജസ്റ്റ് കയറി വന്ന് ഇത് കണ്ടിട്ട് പോവുക എന്ന് മാത്രമല്ലാണ്ട് കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദങ്ങളൊന്നും തന്നെയില്ല. 1721 ബ്രിട്ടീഷുകാർക്കെതിരായി ആറ്റിങ്ങൽ കലാപം വരെ നടന്ന ഒരു കൊട്ടാരമാണ്. എന്നാൽ ഇന്ന് ഫോക്ലോർ മ്യൂസിയവും നാണയശാസ്ത്ര മ്യൂസിയവും എല്ലാം അടച്ചുപൂട്ടപ്പെട്ടിരിക്കുകയാണ്. 2020 വേണ്ടത്ര നവീകരണങ്ങളെല്ലാം നടത്തുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ ബൈ.